റീസെന്റ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഒരു അർജന്റീനിയൻ സൈഫൈ സീരീസ് ആണ് ദി എറ്റർനെറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി സീരീസ് ആയിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരുന്നു ഇത് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു എക്സിക്യൂഷൻ ആയാലും മേക്കിംഗ് ക്വാളിറ്റി ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു വേൾഡ് ബിൽഡ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു സീരീസ് സംസാരിക്കുന്ന ഒരു പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള വേൾഡ് ആണ്. സോ അതൊക്കെ നല്ല അടിപൊളിയാണ് സീരീസിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. പെട്ടെന്ന് ഒരു ദിവസം സ്നോ വരും, അതായത് മഞ്ഞ് പെയ്യും. ആ മഞ്ഞ് തട്ടി ആൾക്കാരൊക്കെ മരിച്ചു. സോ അതിന്റെ ബാക്കിലുള്ള മിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് വന്നാൽ, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ അത് തേടി പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇവന്റ്സ് ആണ് ഈ സീരീസ് സംസാരിക്കുന്നത്. ഈ ഒരു സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇവന്റ്സും വേൾഡ് ബിൽഡും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ചുമ്മാ ലാഗ് അടിപ്പിച്ച് ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. ആ ഒരു വേൾഡ് ബിൽഡ് അത് നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഇവന്റ്സ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം പെട്ടെന്നാണ്. ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞൊരു അടിപൊളി ക്ലിഫ് ആംഗിളാണ് കൊണ്ടുവയ്ക്കുന്ന സീരീസ്. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ ഒരു സർവൈവലാണ്, ഇവിടെ ആ ഒരു സ്നോ വരും, അതിൽ നിന്ന് ആൾക്കാർ സർവൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ സിറ്റുവേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീരീസ് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇവന്റ്സ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് ഈ ഓരോ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് കാണിച്ചു പോകുന്നുണ്ട്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ വളരെ സിമ്പിൾ ആണ്, ഇനി അങ്ങോട്ട് എല്ലാം പ്രൊഡിക്റ്റബിൾ ആയിരിക്കും വിചാരിക്കുമ്പോൾ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരും. അങ്ങനത്തെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഒക്കെ ഈ സീരീസിൽ വളരെ നൈസ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉറപ്പിക്കും ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ സ്നോ വന്നു, ഓക്കെ ഇവിടെ ഉള്ള ഒരുപാട് പേർ സർവൈവ് ചെയ്യണം, ഈ സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ ആ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ ആ സീരീസ് തന്നെ തീർന്നു. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു സർവൈവലിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സീരീസിനെ ഒരു സെക്കൻഡ് സീസണിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഈ സീരീസിൽ സംസാരിച്ച് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സീസൺ കാണാനുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഈ ഒരു ഫസ്റ്റ് സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡിലെ ഒരു ക്ലിഫ് ആംഗിൾ കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര ലെവലായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ലെവലോട്ടോ സീരീസ് അല്ലെങ്കിൽ സർവൈവലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു കോൺസെപ്റ്റിൽ ഒരുപാട് മൂവീസും സീരീസൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പം എടുത്ത് പറയുന്നത് തന്നെ എന്റെ മൈൻഡിൽ ആദ്യം വരുന്ന ഈ ഒരു സീരീസ് പോലത്തെ ഒരു മൂവി ഉണ്ട്, മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2005 റിലീസായ ഒരു മൂവിയാണ്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതേ രീതിയിലാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് പോയിരിക്കുന്നത്. അതായത് ഒരു മഞ്ഞുണ്ട്, ആ ഒരു മഞ്ഞിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇവന്റ്സ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. അത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ഈ സീരീസും. ഓവറോൾ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള സീരീസ് ആണ്. ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും ആ ഒരു എക്സിക്യൂഷൻ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന സീരീസ് തന്നെയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു സോ മച്ച്.